ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്സയാണ് ചെയ്യാൻ പോകുന്നത്. അതും വിത്തൗട്ട് ഈസ്റ്റ്, ചീസ്, പിസ്സ പാൻ ആൻഡ് അവൻ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം. 1/2 കപ്പ് മൈദ, അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇനി അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മെൽറ്റഡ് ബട്ടറും 3 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അഥവാ ഇതിൽ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതിലും സോഫ്റ്റായിട്ട് ഒരു 6-7 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പം മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു നനഞ്ഞ ടവൽ ഇതുമ്മ ഇട്ടിട്ട് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് കരിയാണ്ട് നോക്കണം, എന്നാൽ അതിൻ്റെ ഒരു പച്ചമണം പൂവും വേണം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല്, 1/2 കപ്പ് പാല് നമ്മൾ കുറച്ച് ഈശായിട്ട് ചേർത്ത് ആ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇത് വളരെ നല്ല ലൂസായിട്ടുള്ളൊരു പേസ്റ്റ് പരുവത്തിലാവണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ഇത് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റെഡ് സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഒരു സബോള, ഒരു വലിയ തക്കാളി ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു 6-7 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കളറും കിട്ടും, കുറച്ച് എരിവും കിട്ടും. അതൊന്ന് ആ പച്ചമണം മാറുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പേസ്റ്റും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ റെഡ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാനുള്ള പാൻ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ പ്രീഹീറ്റ് ചെയ്യണത്. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് വളരെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 സെക്കൻഡ് നമുക്കിത് ഇവിടെ ഇട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊരു കോല് വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. വളരെ കനം കുറച്ച് ചപ്പാത്തിക്കൊക്കെ പരത്തിയില്ലേ, അതിലും കനം കുറച്ചിട്ട് നമ്മൾ ഇത് പരത്തിയെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതേപോലെ ഒരു പാനിലാണ് നമ്മളിന്ന് പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ പിസ്സ പാൻ ഉള്ളവരാണെങ്കിൽ അതിൽ ചെയ്യാം, അതില്ലാത്തവരാണെങ്കിൽ ഇതേപോലെ വെറുതെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉയർത്തി വെക്കുക. ഒന്ന് കനം കുറച്ച് ഇങ്ങനെ ഈ സൈഡുകൾ ഇങ്ങനെ കൈകൊണ്ട് മെല്ലെ ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. കാരണം ഇത് വെന്ത് വരുമ്പോൾ നല്ല കട്ടിയിൽ വരും. അപ്പോൾ നമ്മൾ കനം കൂട്ടി ചെയ്യുകയാണെങ്കിൽ വേവാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നല്ലോണം കനം കുറച്ച് പരത്തിയാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ടോപ്പിംഗ് റെഡിയാക്കാം. ആദ്യം നമ്മൾ റെഡ് സോസാണ് തേച്ച് കൊടുക്കുന്നത്. റെഡ് സോസിന് പകരം നമ്മുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെന്ന് വെച്ചാൽ അത് തേച്ചാലും മതി. സോസൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ റെഡ് സോസ് ഉണ്ടാക്കിയിട്ട് ഇത് തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വൈറ്റ് സോസാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. വൈറ്റ് സോസിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വരിക.
അഥവാ അത് കട്ടിയായി പോയെന്ന് വെച്ചാൽ തന്നെ ഒരു പാനിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ ഇതേപോലെ ഈ കൺസിസ്റ്റൻസി കിട്ടും. അതിന് ശേഷം നമുക്ക് അടുത്ത വെജീസാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾസ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് സബോള ഇതേപോലെ വെച്ച് കൊടുക്കാം. പച്ച കളറുള്ള ക്യാപ്സിക്കം, അത് പഴുത്തപ്പോൾ ചുവന്ന കളറുള്ള ക്യാപ്സിക്കം. അതിൻ്റെ ഇടയിലുള്ള ഒരു സമയമാണ് ഓറഞ്ച് കളറുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് തക്കാളിയൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള വൈറ്റ് സോസ് നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. മഷ്റൂം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് വെച്ചിട്ട് ടോപ്പിംഗ് ചെയ്യാം. കുറച്ച് ചില്ലി ഫ്ലേക്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഉണക്കമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതില്ലെങ്കിൽ മുളക് പൊടിയായാലും കുഴപ്പമില്ല. ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് 30 തൊട്ട് 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇത് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ടാവും. ഈ അടിഭാഗം ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ വന്നെന്ന് വെച്ചാൽ പിസ്സ കറക്റ്റ് വേവായി എന്നാണ് അർത്ഥം. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കിനി ഈസി ആയിട്ട് പിസ്സ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുക. എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.